സൈറ്റി അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തെന്നല്ലല്ലോ. UDF ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ് ആളെ പുറത്തു കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ്? അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത്? ഏത് കോടീശ്വരനാണ് അവിടുത്തെ ദ്വാരപാലക ശില്പം കൊടുത്തത്? തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാകാൻ പറ്റുമോ? നാളെ ഏത് കേസിൽ ആര് പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാവും. അതൊക്കെ CPM നേതാക്കൾ പെട്ടു. 3 CPM നേതാക്കൾ ജയിലിലാണ്. അടുത്ത CPM നേതാക്കന്മാര്, അതിനേക്കാൾ വലിയ നേതാക്കന്മാര് ജയിലിലേക്കുള്ള ക്യൂല. അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃഥാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അതാണ് ചോദ്യം. നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. ഒരാളെ UDF ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ് ആളെ പുറത്തു കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത്. മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത്. എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു. 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയിൽ ചേർന്നു. ഒരു കോൺഗ്രസ് അംഗവും BJPയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത്. എപ്പോഴാണ് അറിയുന്നത്? ഒരാളും പോയിട്ടില്ല. ഒരാളും. തൊടുപുഴയിൽ 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു മരിച്ചുപോയൊരു സഖാവിന്റെ ഭാര്യയായിരുന്നു. അവർക്കൊരു സാധാരണ ജോലി, ഒരു കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി RSSനെ പ്രതിരോധിക്കുന്നത് CPM ആണെന്ന് പറയാൻ നല്ല തമാശയാണ്. RSSന്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് 77 ജയിച്ചു വന്ന MLA ആണ് ശ്രീ പിണറായി വിജയൻ. ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ. BJP സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കലക്കിയ ആളാണ് പിണറായി വിജയൻ. BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താണ്. CPI നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ. അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. BJP പറയുന്നതനുസരിച്ചിട്ടാണ്. BJP പറയുന്നതനുസരിച്ച് മാത്രം RSSും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ. എന്നിട്ടിപ്പോ ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്.